നമസ്കാരം, എല്ലാവർക്കും മൈ റെക്കോർഡ്സ് PSCയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023 ഇന്ത്യ. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ 18ാമത് നാഷണൽ ജംബോരി 2023 ജനുവരിയിൽ നടന്നതെവിടെ? രാജസ്ഥാനിലെ പാലി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത് എവിടെ? സൂറത്തിലെ കവാസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ്? സൂറത്തിലെ കവാസ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ച സിയോം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. സിയോം ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റുകളിലൊന്നായ ബിക്കാനീർ സോളാർ പവർ പ്രോജക്റ്റിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു തറക്കല്ലിട്ടത് എവിടെ? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റുകളിലൊന്നായിട്ടുള്ള ബിക്കാനീർ സോളാർ പവർ പ്രോജക്റ്റ് അതെവിടെയാണ്? രാജസ്ഥാനിൽ. ഏത് പ്രദേശത്തിൻ്റെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് നിത്യാനന്ദ റായ് കമ്മിറ്റി? ലഡാക്ക്. ഏത് പ്രദേശത്തിൻ്റെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് നിത്യാനന്ദ റായ് കമ്മിറ്റി? ലഡാക്ക്. ഗോവ സംസ്ഥാനത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് മഹാദായി നദിയിലെ കലാസ ബന്ദൂരി നാല പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാനമേത്? കർണാടകം. പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും മെച്ചപ്പെടുത്താനുമായി 2023 ജനുവരിയിൽ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയ 2500 കോടി രൂപയുടെ പദ്ധതി ഏത്? ദ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റ്. ബൈൻഡ്. എന്താണ്? ദ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റ്. 2023 ജനുവരിയിൽ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ച നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എത്ര തുക അടങ്കലുള്ള പദ്ധതിയാണ്? 19,744 കോടി രൂപ. 19,744 കോടി രൂപ. 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത നദിയിലൂടെ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആഡംബര കപ്പലേത്? റിവർ ക്രൂയിസ്. ഗംഗ വിലാസ്. ഏതൊക്കെ രാജ്യങ്ങളിലെ നദികളിലൂടെയാണ് ഗംഗ വിലാസ് പ്രയാണം നടത്തുന്നത്? ഇന്ത്യ, ബംഗ്ലാദേശ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രകടനം മെച്ചപ്പെടുത്താനായി 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആസ്പിരേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം. ABP. ആസ്പിരേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം. ഗ്രാമപ്രദേശങ്ങളിലെ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി അനുവദിക്കുന്ന മുഖ്യമന്ത്രി ആവാസീയ ഭൂ അധികാർ യോജന ആരംഭിച്ച സംസ്ഥാനമേത്? മധ്യപ്രദേശ്. കേന്ദ്ര വ്യവസായ വികസന മന്ത്രാലയം സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്കായി ആചരിച്ച കാലയളവ് ഏത്? ജനുവരി 10 മുതൽ 16 വരെ. യാത്രക്കാർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഭക്ഷണം നൽകിയതിന് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത്? വാരണാസി കന്റോൺമെന്റ് സ്റ്റേഷൻ. ഒഡീഷയിലെ റൂർക്കേലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹോക്കിക്കു വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏത്? ബിർസ മുണ്ട സ്റ്റേഡിയം. 16-ാം വയസ്സിൽ ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ഇന്ത്യക്കാരനാര്? പ്രണേഷ് M. തമിഴ്നാട്ടിലെ പ്രണേഷ് M. 2023 ജനുവരിയിൽ ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള സർവേ ആരംഭിച്ച സംസ്ഥാനമേത്? ബീഹാർ. 2023 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യാതിഥി ആരായിരുന്നു? അബ്ദുൽ ഫത്ത LCC. ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ് അബ്ദുൽ ഫത്ത LCC. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 2023 രാജാ റാം മോഹൻ റോയ് ദേശീയ പുരസ്കാരത്തിന് അർഹനായത്? ABK പ്രസാദ്. പത്രപ്രവർത്തകനാണ് ABK പ്രസാദ്. 122 അടി ഉയരമുള്ള പോളോ കളിക്കാരൻ്റെ പ്രതിമയുള്ള മർജിംഗ് പോളോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ? മണിപ്പൂർ. മലിനജലം ശുദ്ധമാക്കാൻ ഉപകരിക്കുന്ന മൈക്രോപോറസ് അയോണിക് ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്ന സ്പോഞ്ച് പോലത്തെ വസ്തു വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിൽ ഏത് സ്ഥാപനത്തിലെ ഗവേഷകരാണ്? IISER പൂനെ. IISER പൂനെ. ഇന്ത്യയിൽ ആദ്യമായി ആളില്ലാത്ത ആയുധവാഹക ബോട്ട് വികസിപ്പിച്ച ഏത് സ്വകാര്യ കമ്പനിയുമായാണ് നാവികസേന ധാരണയിലെത്തിയത്? ലസാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ലസാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അന്താരാഷ്ട്ര പട്ടം പറത്തൽ മഹോത്സവം 2023 ജനുവരി 7 ഉദ്ഘാടനം ചെയ്തത് എവിടെ? അഹമ്മദാബാദ്. ചേരികൾ ഇല്ലാതാക്കാനുള്ള ജാഗ മിഷനിലൂടെ UN ഹാബിറ്റാറ്റിൻ്റെ 2023 അവാർഡ് നേടിയ സംസ്ഥാനം ഏത്?
ഒഡീഷ. 2023 ജനുവരിയിൽ നടന്ന 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് വേദിയായ നഗരം ഇൻഡോർ, മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒറ്റ യൂണിറ്റ് വനിതാ സമാധാന പാലന സേനയായ UN ദൗത്യത്തിനായി നിയോഗിച്ചത് ഏത് പ്രദേശത്താണ്? സുഡാൻ അതിർത്തിയിലെ അബേ. 2023 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ ഫെബ്രുവരി 28 പ്രമേയമേത്? ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ്. ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ്. എല്ലാ വർഷവും ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നു. ഏത് സംഭവത്തിൻ്റെ സ്മരണാർത്ഥമാണ്? 1949 ജനുവരി 10 UN ജനറൽ അസംബ്ലിയിൽ ആദ്യമായി ഹിന്ദി സംസാരിച്ചതിൻ്റെ സ്മരണാർത്ഥം. 2022 ഏറ്റവും അധികം തുകയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് നടന്ന ഇന്ത്യൻ നഗരമേത്? ബാംഗ്ലൂരു. സംസ്ഥാന സ്ഥിര താമസക്കാരായ വനിതകൾക്ക് 30% പ്രത്യേക സംവരണം സർക്കാർ സർവീസിൽ വ്യവസ്ഥ ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. 2022 ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ നിക്ഷേപം എത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാമ്പ് സ്കീം ഏത് മേഖലയുടെ വളർച്ചയെ ലക്ഷ്യമിട്ടുള്ളതാണ്? സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ. റാമ്പ് സ്കീം. കൊൽക്കത്തയിലെ നാഷണൽ സെൻറ്റർ ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ക്വാളിറ്റിയെ ഏത് നേതാവിൻ്റെ പേരിൽ നാമകരണം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ. 2023 ദേശീയ യുവജന ദിനത്തിൻ്റെ ജനുവരി 12 സന്ദേശം എന്ത്? വികസിത് യുവ വികസിത് ഭാരത്. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് 2023 ജനുവരിയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പട്ടിക 3 ഉൾപ്പെടുത്തിയ ചെടി ഏത്? നീലക്കുറിഞ്ഞി. ഇന്ത്യയിലെ ആദ്യത്തെ 5G എനേബിൾഡ് ഡ്രോണിന് നൽകിയിട്ടുള്ള പേരെന്ത്? സ്കൈ ഹോക്ക്. സ്കൈ ഹോക്ക്. പ്രത്യേക വിദ്യാഭ്യാസ പരിപാടിയായ സഹർഷ് ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ആംഡ് ഫോഴ്സസ് വെറ്ററൻസ് ഡേ ആയി ഇന്ത്യയിൽ ആചരിക്കുന്ന ദിവസം ഏത്? ജനുവരി 14. ആംഡ് ഫോഴ്സസ് വെറ്ററൻസ് ഡേ എന്നാണ് ജനുവരി 14. ഓൺലൈൻ ഗെയിമിങ്ങിലെ ഇന്ത്യയിലെ ആദ്യത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആരംഭിക്കുന്നത് എവിടെ? ഷില്ലോങ്. ഇന്ത്യയിലെ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയി ആചരിക്കുന്ന ദിവസം ഏത്? ജനുവരി 16. ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ എന്നാണ് ജനുവരി 16. രാജ്യത്ത് ആദ്യമായി അന്ധതാ നിവാരണ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. 2023 ജനുവരിയിൽ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായത് ആര്? പങ്കജ് കുമാർ സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷര ജില്ല ഏത്? കൊല്ലം. ഇന്ത്യയിൽ എവിടെയാണ് ലോക സാമ്പത്തിക ഫോറം സെൻറ്റർ ഫോർ ദ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്ഥാപിക്കുന്നത്? ഹൈദരാബാദ്, തെലങ്കാന. G20 ഉച്ചകോടിയുടെ അനുബന്ധമായുള്ള തിങ്ക് 20 ഫോറം നടന്നതെവിടെ? ഭോപ്പാൽ. ഇന്ത്യയും ഈജിപ്തുമായി നടന്ന ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസം ഏത്? സൈക്ലോൺ 1. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി സെക്കൻഡറി, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താനായി കേന്ദ്ര സർക്കാർ തുടക്കമിട്ട സംരംഭം ഏത്? പരാഗ്. പെർഫോമൻസ് അസസ്മെൻറ്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. എന്താണ് പരാഗ്? പെർഫോമൻസ് അസസ്മെൻറ്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. 8ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടന്നതെവിടെ? ഭോപ്പാൽ. IIT മദ്രാസ് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഭാരോസ്. IIT മദ്രാസ് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാരോസ്. ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്ത കാൽവരി ക്ലാസ് സബ്മറൈൻ ഏത്? INS വാഗീർ. ഇന്ത്യൻ നേവിയിൽ കമ്മീഷൻ ചെയ്ത കാൽവരി ക്ലാസ് സബ്മറൈനാണ് INS വാഗീർ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ നിരീക്ഷണം കൂടുതൽ തീവ്രമാക്കാനായി BSF നടത്തിയ ഓപ്പറേഷൻ ഏത്? OPS അലേർട്ട്. OPS അലേർട്ട്. അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടി ക്രാഫ്റ്റ് സമ്മിറ്റ് 2023 ജനുവരിയിൽ നടന്നതെവിടെ? ജജ്പൂർ, ഒഡീഷ. കീടനാശിനിയും വളവും വിളകൾക്ക് സ്പ്രേ ചെയ്യാനായി കർഷകർക്ക് ഡ്രോണുകൾ വാടകയ്ക്ക് നൽകിയത് ഏത് സംസ്ഥാന സർക്കാരാണ്? രാജസ്ഥാൻ. 2023 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ ജനുവരി 25 സന്ദേശം എന്തായിരുന്നു? വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായി 2023 ജനുവരിയിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ നടത്തിയ അഭ്യാസ പ്രകടനം ഏത്?
ആംഫെക്സ് 2023. ആംഫെക്സ് 2023 ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2023 നടന്നത്? 74. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സോവറിൻ ബോണ്ടുകളേവ? സോവറിൻ ഗ്രീൻ ബോണ്ട്സ്. സോവറിൻ ഗ്രീൻ ബോണ്ട്സ്. 2023 ദേശീയ ടൂറിസം ദിനാഘോഷങ്ങൾക്ക് ജനുവരി 25 ദേശീയ ടൂറിസം ദിനം. വേദിയായ തെലങ്കാനയിലെ ഗ്രാമമേത്? പോച്ചംപള്ളി. പോച്ചംപള്ളി. ഗർഭാശയ ഗള ക്യാൻസറിനെതിരെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ വാക്സിൻ ഏത്? സെർവാവാക്. 2023 നാഷണൽ ചൈൽഡ് സയൻസ് കോൺഗ്രസ് നടന്ന ഇന്ത്യൻ നഗരമേത്? അഹമ്മദാബാദ്. 2023 നാഷണൽ ചൈൽഡ് സയൻസ് കോൺഗ്രസ് അഹമ്മദാബാദിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ECI 22.06 സ്റ്റാൻഡേർഡ് നേടിയ ഹെൽമെറ്റ് ഏത്? ഇഗ്നൈറ്റ് IGN 7. ഇഗ്നൈറ്റ് IGN 7. 2023 ജനുവരിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ റിപ്പോർട്ട് പുറത്തിറക്കിയ ഫിനാൻഷ്യൽ റിസർച്ച് കമ്പനി ഏത്? ഹിൻഡൻബർഗ്. ഹിൻഡൻബർഗ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ആതിഥ്യം വഹിച്ച സംസ്ഥാനമേത്? മധ്യപ്രദേശ്. ഭാരത് ബയോടെക് കമ്പനി പുറത്തിറക്കിയ മൂക്കിലൂടെ നൽകാവുന്ന COVID-19 വാക്സിനാണ് ഇൻകോവാക്. ഇൻകോവാക്. ഇന്ത്യയുടെ 74ാം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത് ഏത് വിദേശ രാജ്യത്തിൻ്റെ സൈനികരാണ്? ഈജിപ്റ്റ്. ജസ്റ്റിസ് G. രോഹിണി കമ്മീഷന്റെ പഠന വിഷയമേത്? OBC വിഭാഗങ്ങളുടെ ഉപവിഭാഗങ്ങളെ കണ്ടെത്തൽ. 2023 ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി 30 സന്ദേശം എന്തായിരുന്നു? കുഷ്ഠരോഗത്തെ ചരിത്രമാക്കാം, കുഷ്ഠരോഗത്തിനെതിരെ പോരാടാം. അരുണാചൽ പ്രദേശിൽ നിന്നും പുതിയതായി കണ്ടെത്തിയ നോബിൾ ഹെലൻ ഏതിനം ജീവിയാണ്? നോബിൾ ഹെലൻ ചിത്രശലഭം. 2023 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട യായാസോ തടാകം എവിടെയാണ്? യായാസോ ലേക്ക് ലഡാക്കിലാണ്. 2023 50ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സ്ത്രീകളുടെ സന്നദ്ധ സംഘടന ഏത്? സേവ. സെൽഫ് എംപ്ലോയ്ഡ് വിമൻ അസോസിയേഷനാണ് സേവ. സെൽഫ് എംപ്ലോയ്ഡ് വിമൻ അസോസിയേഷൻ. മുതിർന്ന പൗരന്മാർക്ക് പുണ്യസ്ഥലങ്ങൾ സൗജന്യമായി സന്ദർശിക്കാൻ അവസരമൊരുക്കുന്ന മുഖ്യമന്ത്രി തീർത്ഥദർശൻ യോജന ആരംഭിച്ച സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.